ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം വേടന് ആ ഫയർ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടോ, അതോ ആ ഫയർ കൂടുകയാണോ ചെയ്യുന്നത്? ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ട് എനിക്ക് വായിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര ഓപ്പണായി എനിക്ക്. അപ്പം ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒരിക്കലും ആ തീ കെട്ടുപോകാതിരിക്കാൻ ഞാൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ഫയർ വിടാതിരിക്കാൻ തീർച്ചയായിട്ടും. രാഷ്ട്രീയം പറയുന്നത് നിർത്തുകയേയില്ല. അത് ലൈക്ക് ഐ തിങ്ക് ഐ എം ദ ചോസൺ വൺ. ഞാൻ അല്ലെങ്കിൽ മറ്റാരും ഇത് പറയും അല്ലേ? ഒരു ആർട്ടിസ്റ്റായിട്ടേ എനിക്ക് ഇത് പറയാൻ എനിക്ക് ഉള്ള ധൈര്യം ബാബാ സാഹിബ് അംബേദ്കറിൽ നിന്നും അയ്യങ്കാളിൽ നിന്നും കിട്ടുന്നതാണ്. ഞാൻ അവരെ വായിച്ചതുകൊണ്ടും. അല്ലാതെ എനിക്ക് ഈ ബുദ്ധിജീവി സമൂഹം ഉണ്ടല്ലോ, ഈ ബുദ്ധിജീവി സമൂഹം ഇപ്പോൾ എന്നെപ്പോലൊരു വ്യക്തിക്ക് ഇപ്പോൾ സമൂഹത്തിൽ രാഷ്ട്രീയക്കാരേക്കാളും സ്വാധീനമുള്ള ഒരു വർഗ്ഗമാണ് ബുദ്ധിജീവി വർഗം എന്ന് പറയുന്നത്. അവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. എനിക്ക് അങ്ങനത്തെ സുഹൃത്തുക്കൾ വരില്ലെന്നേ. അവനക്കിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്ന് സംസാരിക്കുന്നില്ലേ, എൻ്റെ DNA ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനത്തെ ഒരു ലൈവ് പരിപാടിയിൽ വന്നൊന്ന് സംസാരിക്കാൻ. ഞാൻ സംസാരിക്കാൻ പഠിച്ചിട്ടില്ല, എവിടെയും ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊന്നും പഠിച്ചിട്ടില്ല. ഈ DNA രാഷ്ട്രീയത്തെ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇത് ഒരുപാട് കാലം ഇതേ ലൈഫ് സ്റ്റൈല് ജീവിച്ചു വന്നിരുന്ന ആൾക്കാർക്ക് പേരെന്താ അറിയാ? ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല അല്ലേ, നീ തമ്പുരാനുമല്ല എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി അത് ഒരുപാട് പേരെ അസ്വസ്ഥപ്പെടുത്തിയതാണ്. അത് ഇനിയും പല വേദികളിൽ പാടാനുള്ളതല്ലേ, അപ്പൊ ഇത് അതിലൊരു വേദി. ഈ തമ്പുരാക്കന്മാരായിട്ട് നടക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. പല ആശയങ്ങളും, ഞാൻ ബ്രാഹ്മണനായി ജനിക്കുന്നത്, പൂണൂലിട്ട് നടക്കുന്നത് ആഗ്രഹിക്കുന്ന മനുഷ്യരുള്ള അടുത്ത ജന്മം എന്നുണ്ടെങ്കിൽ ഞാൻ ബ്രാഹ്മണനായി ജനിച്ചാൽ മതി എന്നൊക്കെ. സോറിയാണ് തൃശ്ശൂർക്ക് ഒരു തെറ്റുപറ്റി. അത് കേൾക്കുന്ന സമയത്തൊക്കെ എന്താ തോന്നുക വേടനെ സംബന്ധിച്ച്? ഇങ്ങനെയുള്ള ഈ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുള്ളൂ. എനിക്ക് സഹതാപമാണെന്നേ തോന്നുക. എനിക്ക് ഒരേ സമയം പേടിയും സഹതാപവും തോന്നുക എന്ന് പറയുന്നൊരവസ്ഥയാണ് പക്ഷേ അത്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? പിറവിയാൽ ഒരു മനുഷ്യൻ ഉന്നതനാണ് എന്ന് വിചാരിക്കുന്നത് എന്താണ്? എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണെന്നാണ് ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പൊട്ടനാണോ ഇനി? എനിക്കത് മനസ്സിലാവുന്നില്ലെന്നേ. പിറവിയാൽ ഒരു മനുഷ്യൻ സമൂഹത്തിലുള്ള കുറച്ച് ആൾക്കാരേക്കാൾ ഉയർന്നവനാണ് എന്ന് വിചാരിക്കുന്നത് എനിക്ക് ഒരു വിധത്തിൽ, ഞാൻ വായിച്ച അങ്ങനെ ഒരു പുസ്തകത്തിലും അതില്ലെന്നേ. ഭൂമി ഞാൻ വാഴുന്നിടമാണോ ഈ ഏപ്രിൽ നമ്മുടെ 14-ാം തീയതി അംബേദ്കർ ജയന്തിയിൽ? ഇല്ല, അത് വായാണ്. തോളോട് തോൾ ചേർന്ന് പോരാടിടാം. അത് കവിതയായിട്ട് ചൊല്ലാൻ മതി. തോളോട് തോൾ ചേർന്ന് പോരാടിടാം, തീയായിടാം, അതിർത്തികൾ തകർത്തിടാൻ വാ. അഴികളിൽ വാക്കുകൾ ഒടുങ്ങുകില്ല, ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകില്ല. തല നരച്ച പോതിലും മനമതിലൊരു നരയതില്ല, മെയ് തളർന്ന പോതിലും പൊയ് വളർന്ന കഥയതില്ലവാ. പാറകൾ തുളച്ച് നീര് തേടി വേര് പോലെയോടി, പാതകൾ തെളിച്ച് നീതി തേടി കാറ്റ് പോലെയോടി, ഭീതികൾ എരിച്ച് കെടാ ജ്യോതിയായി പടർന്നു കയറി പാതികടൽ താണ്ടി. മീതി എത്ര ബാക്കി, ദൂരെയായി തീരമുണ്ട്, വീരമുണ്ടോ വിടുതലുണ്ട്, വീണിടേണ്ട താങ്ങതുണ്ട്, നോവ് തീരും നാളതുണ്ട് വാ. ഇതാണ് അംബേദ്കർ ജയന്തി അന്ന് ഞാൻ റിലീസ് ചെയ്തത്. അത് ഒരുപാട് ബുദ്ധിമുട്ടി. അത് ആ ഡേറ്റ് തന്നെ റിലീസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര വാശിയായിരുന്നു പിള്ളേരുടെ അടുത്ത്. അപ്പൊ ഉമ്മരെന്നെ കുറെ പ്രാഗി ആ സമയത്ത്. 2 ദിവസം കഴിഞ്ഞൂടെ? അപ്പൊ ഞാനാണ് ഒന്ന് ഇല്ല, അതന്ന് തന്നെ ചെയ്യണം, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിബ്യൂട്ട്. അല്ലാതെ എനിക്ക് ഞാൻ ഒരു തേര് വലിച്ചൊരു സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വലിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കണം എന്നാണ് പറഞ്ഞേക്കണം. ഞാനത് വലിക്കാൻ. ഇങ്ങനെ വാക്കുകളെ ചിട്ടപ്പെടുത്താൻ കഴിവുള്ള, കെൽപ്പുള്ള, അതിനുള്ള ത്രാണിയുള്ള ഒരു കലാകാരൻ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ തുച്ഛമായവർ, വിരലിലെണ്ണാവുന്നവർ, 1, 2, 3 അങ്ങനെ എണ്ണിയെടുക്കാൻ കഴിയുന്നവർ വളരെ തുച്ഛമായിരിക്കും. ബുദ്ധിജീവികൾ എന്ന് അവകാശപ്പെട്ട് പലതിൻ്റെയും പിറകെ പോകുന്ന, ഒരു ആദർശവും ഒരു നിലപാടും ഇല്ലാത്ത പല വേസ്റ്റ് ജന്മങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനിടയിലാണ് വേടൻ ഇത്ര ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 12ാം ക്ലാസ് മാത്രം പഠിച്ച് സ്കൂൾ ജീവിതം മാത്രം പൂർത്തീകരിച്ച ഒരുത്തൻ തൻ്റെ വാക്കുകൾ അത് വളരെ തീക്ഷ്ണമാക്കുന്നത് ആക്കി മാറ്റുന്നത്. തീക്ഷ്ണതയുള്ള വാക്കുകൾ, മൂർച്ചയുള്ള വാക്കുകൾ, ചാട്ടുളി പോലെ മൂർച്ചയുള്ള വാക്കുകളാക്കി മാറ്റുന്നത്. മാപ്പാക്കണം, തൃശ്ശൂരുകാർക്കൊരു തെറ്റുപറ്റി എന്ന് തുറന്ന് സമ്മതിക്കുകയാ തൃശ്ശൂരുകാരനായ ഹിരൺദാസ് മുരളി എന്ന വേടൻ. വേറെ ഒന്നിനെയും കുറിച്ചല്ല പറഞ്ഞത് കേട്ടോ, സാക്ഷാൽ സുരേഷ് ഗോപിയെ കുറിച്ചാ. അടുത്ത ജന്മം അത് ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്ന വെറിയോടെ ജീവിക്കുന്ന സുരേഷ് ഗോപിയെ ഉന്നത കുലജാതൻ മാത്രം കൈകാര്യം ചെയ്താൽ മാത്രം കാര്യങ്ങൾ
അത് ഭംഗിയാകും എന്ന് വിശ്വസിക്കുന്ന സുരേഷ് ഗോപിയെ പോലെയുള്ള ജാതി വെറി പിടിച്ച സംഘ് പരിവാറിന്റെ മന്ത്രിയുള്ള നാട്ടിലാ നമ്മൾ ജീവിക്കുന്നത്. ആ അതേ നാട്ടിലാ അവിടുന്ന് വിജയിച്ചു പോയ അതേ നാട്ടിലാ ഈ വേടൻ ജീവിക്കുന്നത്. എത്ര വേദികളിലാ ഈ സംഘ് പരിവാറുകാരൻ തൻ്റെ സവർണ മനോഭാവം ഇങ്ങനെ എടുത്ത് പൊക്കി വെക്കുന്നത്. അടുത്ത ജന്മം ഞാൻ ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്ന് ആഗ്രഹിക്കുകയാ. അതെന്താ, ജന്മം കൊണ്ട് അങ്ങനെ ഒരുത്തൻ ആകുമോ? ഒരിക്കലുമില്ല. കർമ്മം കൊണ്ടാണ് ഒരുത്തൻ ഉന്നതനാകുന്നത്. മറ്റൊരുത്തനെ വേദനിപ്പിക്കാതെ, മറ്റൊരുത്തനെ ചേർത്ത് പിടിച്ച്, സാഹോദര്യം മൂട്ടിയുറപ്പിച്ച്, സ്നേഹം മൂട്ടിയുറപ്പിച്ച്, നന്മകൾ ചെയ്ത്, കർമ്മം കൊണ്ട് മാത്രമേ ഒരുത്തൻ ഉന്നത കുലജാതനാവുകയുള്ളൂ. ഉന്നതനാവുന്നത് കർമ്മം കൊണ്ടാ, കുലം എന്നുള്ളതില്ല. മനുഷ്യൻ ഉന്നതനാവണമെങ്കിൽ അവന്റെ കർമ്മം ഉന്നതമായിരിക്കണം. ഉന്നതമായ കർമ്മമുള്ള ആരും ഉന്നതനാണ്. അതാണ് അതിൻ്റെത്. അതല്ലാതെ ജന്മം കൊണ്ട് ആരും ഉന്നതനാവുന്നില്ല. മനുഷ്യൻ എന്ന കുലം മാത്രമേ ഉള്ളൂ. ആ മനുഷ്യനിൽ ഉന്നതനാവുന്നത് അവൻ ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ്. അതല്ലാതെ ഈ സംഘപരിവാർ കേന്ദ്രങ്ങൾ ധരിച്ചു വെച്ചിരിക്കും പോലെ ജന്മം കൊണ്ട് ഒരുത്തനും ഉന്നതനാവുന്നില്ല. സവർണ സുരേഷ് ഗോപിക്ക് പച്ചക്ക് മറുപടി പറഞ്ഞിരിക്കുകയാ. സഹതാപവും ഭയവുമാ ഈ സുരേഷ് ഗോപിയെ കാണുമ്പോഴുള്ളത്. ഒന്ന് ഭയം, മറ്റൊന്നിനെയുമല്ല ഭയം. അയാളുടെ മനസ്സിലുള്ള ഈ ജാതീയത, ആ ജാതീയതയുടെ വിഷവിത്തുകൾ നമ്മുടെ നാട്ടിൽ അത് വിതച്ചാൽ ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചാ വേടന്റെ ഭയം. മറ്റൊന്ന് സഹതാപം എന്ന് പറയുന്നത് ബുദ്ധിയില്ലാതെ വിഡ്ഢിയായി ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ടുള്ള സഹതാപം. തൃശ്ശൂരുകാർക്ക് തെറ്റുപറ്റി, മാപ്പാക്കണമെന്ന് വേടൻ തുറന്നു പറയുകയാ. പലരും പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പറയുന്നത്, പല തൃശ്ശൂരുള്ളവരെ പലരും അവിടുത്തെ പൊതുജനങ്ങൾ പറയുന്നത് നമ്മൾക്ക് കേൾക്കാൻ, അല്ലെങ്കിൽ അതിനൊരു മാധ്യമമില്ലാതെയായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറം തൃശ്ശൂരുകാർക്ക് തെറ്റുപറ്റി എന്ന കാര്യത്തിൽ അവിടുത്തുകാർക്ക് യാതൊരുവിധ സംശയവുമില്ല. ഇവനെ വിജയിപ്പിച്ച് വിട്ടത് വല്ലാത്തൊരു തെറ്റായി പോയി എന്ന് അവിടുത്തെ ജനത ഇപ്പൊ വല്ലാതെ ഖേദിക്കുകയാ. അതിനെയാ വേടൻ തിരിച്ചു പറഞ്ഞിരിക്കുന്നത്, തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഈ വ്യക്തി ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം, ഇന്ന് മുതലല്ലോ, ഈ വിജയിക്കുന്നതിന് മുമ്പും അങ്ങനെയാ. ഈ പിൻവാതിലിലൂടെ നിയമനം കിട്ടി രാജ്യസഭയിൽ പോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നല്ലോ. ആ കാലത്തും ഈ വ്യക്തിയുടെ മനസ്സും, ഈ വ്യക്തിയുടെ മനോഭാവവും, ഈ വ്യക്തിയുടെ ചിന്താഗതിയും ഒക്കെ അന്നും ഇതേ രൂപത്തിലായിരുന്നു. സവർണൻ, ഉന്നത കുലജാതിക്കാരൻ, ഇവരൊക്കെ മാത്രമേ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നുള്ളൊരു മനോഭാവം. ബട്ട് ഇന്ത്യയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ആയുസ്സും അതിൻ്റെ ശ്വാസവും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവിടെ എവിടെയും ഈ സവർണരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവിടെ എവിടെയും ഈ സംഘപരിവാറുകാരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതേ ചിന്താഗതിക്കാരുള്ള ഒരു മനുഷ്യനും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ്. ഈ ഇന്ത്യയുടെ ഇത്രയും കാലത്തെ ഈ യാത്ര, ഈ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ഇവർക്കൊന്നും, ഈ സവർണ സംഘപരിവാറുകാർക്ക് അവിടെ യാതൊരുവിധ റോളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് വേടൻ പറയുന്നുണ്ട്, ഈ രാഷ്ട്രീയം, ഈ ആദർശം, എൻ്റെ നിലപാടുകൾ അതൊരിക്കലും മാറ്റാൻ പോകുന്നില്ല. അത് തുടർന്നു കൊണ്ടേയിരിക്കാനാണ് തീരുമാനം. അയ്യങ്കാളി വലിച്ചു കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ വെച്ച ആ വില്ലുവണ്ടി അത് വലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. അതല്ലാതെ അതിന് കഴിയുന്നില്ലെങ്കിൽ മാറി നിൽക്കാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മാറി നിൽക്കാനല്ല തീരുമാനം, അത് തൻ്റെ കൈ കൊണ്ട് തന്നാൽ കഴിയുന്നത്ര വലിച്ച് വീണ്ടും മുന്നോട്ട് കയറ്റി വെക്കാനാണ് തീരുമാനമെന്ന് പറയുന്നു. ഈ രാഷ്ട്രീയവും, ഈ ആദർശവും, ഈ നിലപാടും അത് ഒരിക്കലും മാറ്റുകയില്ല. സംഘപരിവാറുകാരാ, നിന്റെ എത്രയൊക്കെ വെല്ലുവിളികളും, നിന്റെ ഭീഷണികളും, നിന്റെ അധിക്ഷേപങ്ങളും നീ ആരൊക്കെയാ അധിക്ഷേപിച്ചു സംഘപരിവാറുകാരാ എന്ന് നീ ഓർത്തു നോക്കിയിട്ടുണ്ടോ? വേടനെ മാത്രമാണോ? വേടന്റെ ആ സമൂഹം, വേടൻ ഉൾക്കൊള്ളുന്ന ആ സമൂഹത്തെ മൊത്തം നീ അധിക്ഷേപിച്ചു. അതിനപ്പുറം ഒരു പടി കൂടി കടന്ന് നീ വേടന്റെ വീട്ടിലെ അടുക്കള വരെ എത്തി. അവിടെ മരിച്ചുപോയ വേടന്റെ അമ്മയെയും അധിക്ഷേപിച്ചു, വേടന്റെ സഹോദരങ്ങളെ അധിക്ഷേപിച്ചു, അതിനപ്പുറം വേടന്റെ പിതാവിനെ അധിക്ഷേപിച്ചു. അങ്ങനെ ആ കുടുംബത്തെ ഒന്നാകെ അധിക്ഷേപിച്ചു. മാത്രവും തീർന്നില്ല, വേടൻ ഉൾക്കൊള്ളുന്ന, വേടൻ ഉൾപ്പെടുന്ന ആ ഒരു സമൂഹത്തെയും അധിക്ഷേപിച്ചു. ജാതീയത വെറി പൂണ്ട ഈ സംഘപരിവാറുകാർ ചെയ്തതാ. ബട്ട് നിങ്ങൾ ഈ നാട്ടിൽ എന്തൊക്കെ ചെയ്തോ, ഇതിനെതിരെ ഇവിടുത്തെ എല്ലാവരും ഒന്നാ.
ഇവിടുത്തെ ഹൈന്ദവനുണ്ട്. നിങ്ങൾക്കെതിരെ പറയാൻ, നിങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ, വേടനെ ഒരു പരിരക്ഷയൊരുക്കാൻ ഇവിടുത്തെ ഹൈന്ദവനുണ്ട്, ഇവിടുത്തെ ക്രൈസ്തവനുണ്ട്, ഇവിടുത്തെ മുസ്ലിമുണ്ട്. മീൻസ് ഇവിടുത്തെ മനുഷ്യരുണ്ട്. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഇവിടുത്തെ എല്ലാ നന്മ നിറഞ്ഞ സഹോദരങ്ങളും വേടന് വേണ്ടി ഒരു പരിരക്ഷയൊരുക്കാൻ, ഒരു രക്ഷാകവചം ഒരുക്കാൻ ഇവിടെയുള്ള മനുഷ്യരുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഈ സംഘപരിവാറിന്റെ സവർണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് വേടന്റെ കാര്യത്തിൽ അങ്ങനെയാണോ? വേടന്റെ കാര്യത്തിൽ എല്ലാവരും ഉണ്ടായി. അതാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. റിപ്പോർട്ടർ ടിവിയിലെ ഈ കോഫി വിത്ത് അരുൺകുമാർ എന്ന പരിപാടിയിൽ ഇന്നലെ വേടൻ വന്ന് സംസാരിക്കുമ്പോൾ അത് പല കാര്യങ്ങളും ഒരു തുറന്നു പറച്ചിലുകളായിരുന്നു. പലർക്കും പല സംശയങ്ങളും ഉണ്ടായിരുന്നു. വേടൻ ഈ ഭീഷണികളെ കണ്ട് പേടിച്ച് ഭയന്ന് പിന്മാറിയോ എന്നുള്ള സംശയം. ആൻഡ് വേടന്റെ പുതിയ പാട്ടുകളെ കുറിച്ച്, വേടന്റെ ജീവിതത്തെക്കുറിച്ച്, വേടന്റെ അമ്മയെക്കുറിച്ച്, അച്ഛനെക്കുറിച്ച്, അങ്ങനെ ഒരുപാട് ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച്, ആ കൈപ്പേറിയ ജീവിതങ്ങളെക്കുറിച്ച് ഒക്കെ ഒരുപാട് സംശയങ്ങൾ ഇവിടെ ദൂരീകരിക്കപ്പെടുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾക്കെല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് വേടൻ ഇനിയും ഇതേപോലെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമോ എന്നുള്ളതായിരുന്നു. ഓഫ് കോഴ്സ് അത് ഒരു മാറ്റവുമില്ല. തൻ്റെ രാഷ്ട്രീയം, തൻ്റെ ആദർശം, തൻ്റെ നിലപാടുകൾ അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക, അതിൽ ഒരു മാറ്റവുമില്ല. ബട്ട് അതിൻ്റെ കൂടെ ചില തുറന്നു പറച്ചിലുകൾ, തൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് വളരെ പക്വതയാർന്ന, വളരെ തന്മയത്തോടു കൂടി, ഒരു എന്താ പറയണ്ടേ, രോഷാകുലനാവാതെ, എത്ര സംയമനത്തോടു കൂടി, എത്ര എന്താ പറയണ്ടേ, കോൺഫിഡൻസോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ചില പൊള്ളലുകൾ പലർക്കും സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇനിയിപ്പോൾ ഇതൊക്കെ പുറത്തു വന്നല്ലോ, ഇന്ന് മുതൽ നമ്മൾക്ക് കാണാം ഈ കടിച്ച് കീറാൻ തുനിഞ്ഞ് ഓങ്ങിയിരിക്കുന്ന ഈ സംഘപരിവാറിൻ്റെ ചെന്നായ കൂട്ടകൾ ഇനിയിപ്പോൾ വീണ്ടും സജീവമാകും. കാരണം സുരേഷ് ഗോപിയെ തൃശ്ശൂരുകാർ വിജയിപ്പിച്ചു വിട്ടത് ഒരു തെറ്റായിപ്പോയി, അതൊരു തെറ്റായ തീരുമാനമാണ്, മാപ്പാക്കണം എന്നടക്കം അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ആ തെറ്റ് ആവർത്തിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പല സംഘപരിവാറിൻ്റെ കുറിക്കുകൊള്ളുന്ന പല മറുപടികളും പല വാക്കുകളും പല സെൻറ്റൻസുകളും നമ്മൾ കേട്ടു. അപ്പോൾ അത്തരത്തിലുള്ള കമൻറ്റുകൾക്കെതിരെയൊക്കെ ഇനി സംഘപരിവാർ ഉറഞ്ഞു തുള്ളും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ബട്ട് നമ്മൾ വേടൻ്റെ കൂടെയാണ്. അയാൾ തിരുത്തി, അയാൾ ഒരു പുതിയ പാതയിലൂടെ, പുതിയ വഴിയിലൂടെ സഞ്ചരിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അത്തരത്തിലുള്ള പാതയിലുള്ള സഞ്ചാരം അയാൾ ആരംഭിച്ചു കഴിഞ്ഞു. അയാൾ കാത്തിരിക്കുന്നില്ല. അയാൾ വീണ് വന്നിരിക്കുന്ന തെറ്റുകൾ, വീഴ്ചകൾ ഒക്കെ മാറ്റി വെച്ച് ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇനി പുതിയ ജീവിതമാണ്, പുതിയ രീതിയിലാണ്, പുതിയ ഈ യാത്ര ഇനി പുതുവഴികളിലൂടെയാണ് എന്നയാൾ പറഞ്ഞു വെക്കുകയാണ്. അതിന് നമ്മൾ അദ്ദേഹത്തോട് കൂടണം. അദ്ദേഹത്തിന് കൈത്താങ്ങാവുക. അയാളുടെ ആ ഒരു വഴിമാറിയുള്ള സഞ്ചാരത്തിൽ അയാളുടെ നിഴലിനെ പിന്തുടരുന്ന ഒരു വ്യക്തി, അയാളുടെ നിഴലിന് സംരക്ഷണം നൽകാൻ നമ്മൾക്ക് കഴിയണം. അതാവണം നമ്മൾ. എങ്കിൽ മാത്രമേ ഒരു വീണുപോയ മനുഷ്യനെ കൈപിടിച്ചുയർത്താൻ നമ്മൾക്ക് സാധിക്കണം. ഒരു തെറ്റ് പറ്റിയവൻ അയാൾ മാറി സഞ്ചരിക്കുമ്പോൾ നീ തെറ്റ് പറ്റിയവനാണെന്ന് മുദ്ര കുത്തി അയാൾ അടിച്ചൊതുക്കി മൂലക്കിരുത്താൻ നോക്കാതെ പുതുവഴിയിലൂടെ അയാൾ സഞ്ചരിക്കാൻ തയ്യാറാവുമ്പോൾ ആ പുതുവഴിയിൽ മുന്നിൽ നടന്ന് വെളിച്ചം കാട്ടേണ്ടത് നമ്മളായിരിക്കണം എന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കെല്ലാവർക്കും വേണം.